ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 172 പോയിൻറ്റും S&P 32 പോയിൻറ്റും നസ്ഡാക്ക് 160 പോയിൻറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി 65 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ഒരു ഹൈക്ക് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസിങ് വരണം. എന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഒരു പോസിറ്റീവ് അപ് ട്രെൻഡിനുള്ള സാധ്യതയുള്ളൂ. നമുക്ക് അന്നത്തെ ഒരു ക്ലോസിങ് വന്നിരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. അന്ന് പറഞ്ഞതാണ് ഇതിന് മുകളിൽ, ഈ ഗ്രീൻ ക്യാൻഡിലിന് മുകളിൽ മാർക്കറ്റ് പോയേ പറ്റത്തുള്ളൂ. കാരണം അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നൊരു എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഓക്കെ, തിങ്കളാഴ്ചയാണ് അവിടെ മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ളൊരു സാധ്യത വന്നിരുന്നത്. ഈ ഒരു റെഡ് ക്യാൻഡിൽ അവിടെ ഒരു എൻഗൾഫിംഗ് ആയിട്ട് വന്നു. പക്ഷേ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് ഒരു ക്ലോസിങ് തന്നു ഈ ഒരു മുകളിൽ. കാരണം മാർക്കറ്റ് താഴെ വന്നിട്ട് അടുത്ത ഹൈ വന്നിരുന്ന ഇവിടെയാണ്. താഴോട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് മുകളിൽ ഹയർ ഹൈ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എന്താ, 3 ആഴ്ചയായിട്ട് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആഴ്ചയായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. മാർക്കറ്റിൽ ഇനി നല്ല ബുള്ളിഷ്നെസ് ഉണ്ടാകും. നമുക്ക് ലോങ് ടൈം പൊസിഷൻ എടുത്ത് വയ്ക്കാം. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. പക്ഷേ അവിടെ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നോക്കണം. നമ്മളിപ്പം ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മൊത്തം ബുള്ളിഷാണ്. മാർക്കറ്റ് ഒറ്റയടിക്ക് ഇങ്ങനെ 3 ആഴ്ചയായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ഡിപ്പ് നോക്കുന്നു, അവിടെ നിന്ന് ബൈ ചെയ്യുന്നു. മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നു. നമുക്ക് അടുത്തൊരു ഹൈ വരേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വീണ്ടും കയറിപ്പോയി ഈ ഒരു ഹൈക്ക് മുകളിൽ ഏകദേശം 25,600-650 മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ വീണ്ടും നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹൈയും കൂടെ ചേർത്തിട്ട് മാർക്കറ്റ് അതിൻ്റെ തൊട്ട് താഴെ നിന്നാണ് ഒരു റിജക്ഷൻ വന്ന് തുടങ്ങിയത്. കാരണം കഴിഞ്ഞ 2 ദിവസവും റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഇവിടെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ടൊന്ന് നോക്കാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ നമ്മൾ കഴിഞ്ഞ ആ ഒരു റിവേഴ്സ് വന്നതിന് ശേഷമുള്ള 3 ആഴ്ചയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ലോവർ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ഹൈന്ന് ഇവിടെ ഒരു ഹൈ വന്നു, അടുത്ത് ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു, വീണ്ടും ഹയർ ലോ വന്നു. അങ്ങനെ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡിലായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈനൂടെ വരച്ചു കൊടുക്കാം താഴോട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഫേക്ക് ബ്രേക്കൗട്ടൊക്കെ തന്നിട്ട് മുകളിലോട്ട് കയറിയതാണ് ഈ ഒരു ട്രെൻഡ് ലൈന്. നമുക്ക് പുതിയൊരു ട്രെൻഡ് ലൈനൂടെ ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള വെള്ളിയാഴ്ചത്തെ ആ ലോയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. പഴയ ട്രെൻഡ് ലൈൻ ഞാനെടുത്ത് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും.
ഓക്കെ, ഇനി ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോയിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കാം. ഇവിടെ നിന്ന് ഇവിടെ ഈയൊരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ഇതിന് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് സൈഡ് വേസ് വന്നിട്ട് വീണ്ടും പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഇതോടുകൂടി അപ് ട്രെൻഡ് അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ലെവലിൽ 25,400-450 ലെവലിൽ ഈ ഒരു ഹൈ വന്നതിന് ശേഷം മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ് അവസാനിച്ചിരിക്കുകയാണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഹയർ ലോ ഫോം ചെയ്തതിന് ശേഷം എപ്പോഴാണോ മാർക്കറ്റ് നമ്മൾ റിവേഴ്സ് വരുന്നത്, നമ്മൾ പ്രൈസ് ആക്ഷൻ സീരീസിൽ പഠിച്ചിട്ടുണ്ട്, എപ്പോഴാണോ ഒരു ബെൻഡ് വരുന്നത് അവിടെ മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം ലോവർ ടൈം ഫ്രെയിമാണ്, 15 മിനിറ്റിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നേരത്തെ മുകളിലോട്ടുള്ള ട്രെൻഡ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ 15 മിനിറ്റിൻ്റെ ഹൈയും ലോയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിന് മുകളിലല്ല പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഹൈക്ക് ശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ഈ ഹൈയുടെ താഴെ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഹൈ ആണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിന് ഇതിന് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. മാർക്കറ്റ് അവിടെ തന്നെയാണ് ഒരു റിജക്ഷൻ വന്നിട്ട്, അല്ലെങ്കിൽ സെയിം ലെവലോ അതിൻ്റെ തൊട്ട് താഴെയോ മാർക്കറ്റ് അവിടെ ഒരു റിജക്ഷൻ വന്നിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റ് വീണ്ടും ഇതിൻ്റെ താഴോട്ട് പോയിട്ടുമില്ല, ഈ ഒരു ലോയ്ക്ക് താഴോട്ട് പോയിട്ടുമില്ല. അപ്പോൾ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നുള്ള രീതിയിൽ മാർക്കറ്റിനൊരു കൺഫ്യൂഷനാണ്. ഒരു അപ് ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് സൈഡ് വൈസ് പോവുകയാണ്. മാർക്കറ്റിന് അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ കട്ട് ചെയ്യണം, ഉള്ള 25,400-450 ലെവല് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോഴും എവിടെ എന്തുണ്ട്, നമുക്ക് ഡേ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ വരികയാണ്. അപ്പം അവിടെ മിക്കവാറും ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. ഒരു ട്രെൻഡ് ലൈനിൽ മിക്കവാറും ഒരു റിജക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് ട്രെൻഡ് മാറാൻ തുടങ്ങിയതും ലോവർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മാറിയതും സെയിം ആ ഒരു ലെവലിലുമാണ്. 25,450 ലെവലിലാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിന് മുകളിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടണം. ഇത് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ ഇതിന് മുകളിലോട്ടൊരു സ്ട്രോങ് ബോഡി ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വരികയും ചെയ്യണം. എന്നാൽ മാത്രമേ മാർക്കറ്റിന് ഹയർ ടൈം ഫ്രെയിമിൽ മുകളിലോട്ട് പോകത്തുള്ളൂ. ലോവർ ടൈം ഫ്രെയിം അനുസരിച്ച് മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡ് എപ്പോഴാണ്, ഈ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ള ഏരിയ. കൺസോൾട്ടേഷൻ എവിടെയാണ് നടന്നത്, മാർക്കറ്റ് ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ ട്രെൻഡ് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇല്ലേ. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി വന്നിട്ട് എന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച തന്നെ മാർക്കറ്റ് ഇവിടെ ഒന്ന് സ്റ്റോപ്പായി. അപ് ട്രെൻഡിലോട്ട് വന്നിരുന്ന മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അവസാനിച്ചു. അടുത്ത ദിവസം വീണ്ടും ഒരു പോസിറ്റീവ് കിട്ടി, മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു, താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ ഉണ്ട്, നമ്മളിപ്പോൾ ഇന്ന് വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് അടുത്ത ഹൈകൾ കിട്ടുമ്പോഴത്തേക്കും അവിടെ നിന്ന് സെല്ല് ചെയ്യുക, ലോയിൽ നിന്ന് എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. അതായിരിക്കും അടുത്തൊരു, കാരണം മാർക്കറ്റ് ഷോർട്ട് ടൈമിലോട്ടൊരു റിവേഴ്സ് ട്രെൻഡിന് സാധ്യതയുണ്ട്. എപ്പോഴാണ് ഈ ഒരു ട്രെൻഡ് ലൈനും അവിടുത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ കൂടെ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയും ഈ ട്രെൻഡ് ലൈനും രണ്ടും എപ്പോഴാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് മാർക്കറ്റ് ആ സമയത്ത് തിരിച്ച് റിവേഴ്സിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നിൽക്കുന്നത് മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം ഈ ഒരു ലോ കട്ട് ചെയ്യാത്തിടത്തോളം കാലം ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഇതെപ്പോഴാണ് റിവേഴ്സ് ആകുന്നത്, ഈ രണ്ട് ട്രെൻഡ് ലൈനുകളും, ഒരു ട്രെൻഡ് ലൈനും ഒരു സപ്പോർട്ട് ലൈനും താഴോട്ട് എപ്പോഴാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് ആ സമയത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അതൊരു റിവേഴ്സ് ആയിരിക്കും. അത് ഏതുവരെ പോയി നിൽക്കും എന്ന് നമുക്ക് ഫിബ് വെച്ച് നോക്കാം. ഞാൻ ഡേ ക്യാൻഡിൽ ഒന്ന് പോയിട്ട്
മാർക്കറ്റ് താഴോട്ട് ഇതുവരെ ഇറങ്ങി വരും എന്നല്ല, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ലോ ക്രിയേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24,803 മുതൽ 24,926 വരയ്ക്കാണ്. അതായത് മാർക്കറ്റ് ഇവിടെ വരും എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാനല്ല പറയുന്നത്. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഈ ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇതിന് മുകളിലോട്ടൊരു പുൾ ബാക്ക് കിട്ടണം. മാർക്കറ്റ് ഒരിക്കലും മുകളിലോട്ട് കയറി പോകത്തില്ല. ആ മാർക്കറ്റ് സ്ട്രെങ്ത് കാണത്തില്ല. മാർക്കറ്റ് എപ്പോഴും സ്വിങ് ആയിട്ടാണ് മാർക്കറ്റ് പോവേണ്ടത്. ഇതിന് ഒരിക്കലും നമ്മൾ മാർക്കറ്റ് ഇടിഞ്ഞു അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ ആണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ആൻഡ് അപ്പ്, അങ്ങനെ മാർക്കറ്റ് സഞ്ചരിക്കത്തുള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഇതുവരെ വരുന്നതിനെ നമ്മുടെ പോർട്ട്ഫോളിയോ ചുവന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞു എന്നല്ല കരുതേണ്ടത്. ഈ ഒരു സ്വിങ്ങിനെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഹൈനെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനും ഈ സ്വിങ്ങിനെ ആവറേജിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആവറേജിങ്ങിന് അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിങ് ലോയിനെ നമ്മൾ കാണേണ്ടത്. അപ്പം തിങ്കളാഴ്ചത്തെ മെയിനായിട്ടുള്ള ലെവൽസ് ഒന്ന് നോക്കാം. തിങ്കളാഴ്ച 360 മെനഞ്ഞാന്ന് വളരെ സ്ട്രോങ് ആയിരുന്നു. വെള്ളിയാഴ്ച 360 വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ചാനലിൽ ഈ വീഡിയോ കാണുന്നവർ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാറില്ല നമ്മുടെ ചാനലിൽ കുറേ നാളെ, കാരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ള ഒരു മനോഭാവമാണ് എൻ്റേത്. കാരണം എനിക്ക് വേണ്ടി നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. കാരണം നിർബന്ധിച്ച് നിങ്ങളെ കാണാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം. ഓക്കെ, അപ്പോൾ 360 എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഇല്ലേ. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരയ്ക്കും ഈ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടണം മുകളിലോട്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് കയറിപ്പോകത്തുള്ളൂ. ഇനി താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് 15 മിനിറ്റിൽ നമുക്കവിടെ 75 മിനിറ്റ്സിൽ സ്ട്രോങ് ഡിമാൻഡ് സോൺ അവിടെ ഉണ്ട്. സ്ട്രോങ് ഡിമാൻഡ് സോണ് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. 75 മിനിറ്റ്സിൻ്റെ ഡിമാൻഡ് സോണാണ് 25,286 312 വരയ്ക്കും സ്ട്രോങ് ഡിമാൻഡ് സോൺ ഉണ്ട്. ആ ഡിമാൻഡ് സോണ് ബ്രേക്ക് ആയാലും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. ഈ ഒരു ഡിമാൻഡ് സോണ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വരുന്നതെന്ന് പറയുന്നത് 25,259 ആ ഒരു റേഞ്ചിൽ ഒരു ഗ്യാപ്പുണ്ട്. ചിലപ്പം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് കയറിപ്പോകുന്നത്. ആ ഒരു ഗ്യാപ്പായിരിക്കും ചിലപ്പോൾ അടുത്ത ഒരു ലോ എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരത്തെ ഫിബ് വെച്ച് വരച്ചിട്ടുള്ള സ്വിങ് ലോയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രോങ് ബയേഴ്സ് ഉണ്ട്, സ്ട്രോങ് സപ്പോർട്ട് സോണുകളുണ്ട് ഒരുപാട്. അപ്പം മാർക്കറ്റ് എവിടെ വേണമെങ്കിലും റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നവർ സ്വിങ് ലോയും സ്വിങ് ഹൈയും നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. മുകളിലോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 360 അല്ല, ഈ ഒരു ഹൈ കട്ട് ചെയ്താൽ 380 കട്ട് ചെയ്താൽ 380 15 മിനിറ്റിൽ കട്ട് ചെയ്താൽ ഈ ഒരു ഹൈ 25,440 ടാർഗറ്റ് വയ്ക്കാം. ചെറിയ ടാർഗറ്റേ ഉള്ളൂ. ഇത് മുകളിലോട്ട് കട്ട് ചെയ്താൽ മാത്രം 25,380 മുകളിലോട്ട് കട്ട് ചെയ്താൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കാം. ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു
ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ചിലപ്പോൾ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ മുകളിലോട്ടുള്ള ലെവൽ 25,380 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,440 നോക്കാം. പിന്നെ അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,543 വരയ്ക്കും ചിലപ്പോൾ മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 550 വരയ്ക്കും 100 പോയിൻറ്റോളം മുകളിലോട്ട് എൻട്രി കിട്ടും. അതായത് വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഒക്കെ വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തേക്ക് ആ ഒരു ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,050 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ടുള്ള ലെവൽസ് താഴോട്ട് മിക്കയിടത്തും ഒരു ബൈയിങ് പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് സപ്പോർട്ട് നോക്കിയിട്ട് നമുക്ക് 25,296 എന്നുള്ളത് നമുക്കൊരു റൗണ്ട് ഫിഗർ ആക്കാം. 25,300 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഷോർട്ട് ചെയ്യാം. താഴോട്ടുള്ള ഷോർട്ടും ഏകദേശം ഒരു 50 പോയിൻ്റ് വെച്ച് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. 25,260 50 പോയിൻ്റ് 40 പോയിൻ്റ് ടാർഗറ്റൊക്കെ താഴോട്ടുള്ളൂ. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ചിലപ്പോൾ ഈ ഒരു ഏരിയ ആയിരിക്കും. 25,142 25,150. അപ്പോൾ രണ്ടിടത്തോട്ടും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഉണ്ടാവും. അതായത് 25,440 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഒരു 100 പോയിൻ്റെങ്കിലും കയറാൻ സാധ്യതയുണ്ട്. താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 100 പോയിൻറ്റിൻ്റെ ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടിയേക്കും. കാരണം നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈൻ, താഴോട്ടുള്ള ട്രെൻഡ് ലൈനും സപ്പോർട്ടും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടും കയറി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ലെവൽസ് കൂടെ നോക്കാം. നേരോ CPR ആണ് വരുന്നത് 25,336 തൊട്ട് 25,357 വരയ്ക്കും ഏകദേശം 20 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. മുകളിലോട്ട് 25,392 25,408 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് മുകളിലോട്ട് വരയ്ക്കാത്ത. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,287 25,265 ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ വ്യൂ അങ്ങനെയാണ്, അതുകൊണ്ടാണ് മുകളിലോട്ട് വരയ്ക്കാത്തത്. സപ്പോസ് 25,392 25,408 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാം. താഴോട്ട് 25,287 25,265 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,214 25,201 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 25,142 25,123 25,214 25,213 200 ലെവലെന്ന് പറയുന്നത് വെർജിൻ CPR ഉള്ളൊരു ഏരിയ ആണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ടിനുള്ള സാധ്യത ഉണ്ട്. 25,214 25,203 ഏരിയ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.